വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. പാമ്പ് കടിയേറ്റ് 6 വയസ്സുകാരൻ മരിച്ചു. ഇതിൽ എന്താണ് വേദനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ പാമ്പ് കടിയേറ്റതാണ് എന്നത് അറിഞ്ഞില്ല. കാലിൽ വീക്കം കണ്ടപ്പോൾ അത് ഉളുക്കാണ് എന്ന് കരുതി ചികിത്സ തേടിയില്ല. ചിലപ്പോഴെങ്കിലും അമിത വിശ്വാസം, നമുക്കൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ അതിൽ ഒരു ചെറിയൊരു പരിക്കുണ്ടായാൽ അത് എന്താണ് എന്ന് ഒന്ന് അന്വേഷിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു വിശ്വാസത്തിലേക്ക് പോകുന്നത് അപകടത്തിലേക്ക് നയിക്കും എന്നത് തന്നെയാണ് ഈ അനുഭവവും കാണിക്കുന്നത്. മഞ്ചുമല ആറ്റോരത്ത് പരേതരായ അയ്യപ്പൻ്റെയും സീതയുടെയും മകൻ 11-കാരനായ സൂര്യയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ കാലിൽ നീര് കണ്ടിരുന്നു. ഇത് കളിക്കുന്നതിനിടെ ഉളുക്കിയതാണ് എന്ന് കരുതി ചികിത്സ തേടില്ല. നമ്മളുമൊക്കെ അങ്ങനെ കുട്ടികളോട് പലപ്പോഴും പറയാറുണ്ട്, അത് സാരമില്ല, അത് വെറും ഉളുക്കായിരിക്കും. പക്ഷെ അങ്ങനെ അവഗണിക്കേണ്ട കാര്യങ്ങളല്ല എല്ലാ സംഗതികളും എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടിക്ക് പാമ്പ് കടി ഏറ്റിരുന്നു എന്ന് മനസ്സിലായത്. വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. കഴിഞ്ഞ 27-ാം തീയതി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ മുതൽ സൂര്യയുടെ കാലിൽ ചെറുതായിട്ട് നീരുണ്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ സ്കൂളിൽ പോകാതെ വീട്ടിൽ വിശ്രമിച്ചു. അത്രത്തോളം വേദന ഉണ്ടായിരുന്നു. ഇതിനിടെ തിരുമു ചികിത്സയും നടത്തി. ഞായറാഴ്ച രാവിലെ ശരീരം അസകലം നീര് ബാധിച്ചതിനെ തുടർന്നാണ് വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. എങ്കിലും അവിടെ എത്തിയ ഉടൻ തന്നെ മരിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പാമ്പ് കടിയേറ്റതായി കണ്ടെത്തിയത്. സംസ്കാരം നടത്തി. മാതാപിതാക്കൾ മരിച്ചതോടെ ആകെയുള്ള സഹോദരി ഐശ്വര്യയ്ക്കും ഭർത്താവിനും ഒപ്പമായിരുന്നു സൂര്യയുടെ താമസം. പഠനത്തിലും മറ്റു പ്രവർത്തനങ്ങളിലുമൊക്കെ ഒരുപോലെ മിടുക്കനായിരുന്നു സൂര്യയുടെ വേർപാട് ഇപ്പോൾ ആ നാട്ടുകാരെയൊക്കെ വേദനിപ്പിക്കുകയാണ്. അധ്യാപകർക്കും കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. പ്രവൃത്തി പരിചയമേളയിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥിയാണ് ഈ സൂര്യ. നമുക്കറിയാം, നായ മാന്തിയത് കാര്യമാക്കാതിരുന്ന ഒരു യുവാവ് ആഴ്ചകൾക്ക് ശേഷം പേവിഷബാധയേറ്റ് മരണപ്പെട്ട വാർത്ത നമ്മൾ കേട്ടിരുന്നു. അത് തന്നെയല്ല, ഓടിച്ച നായയ്ക്കൊപ്പം മറിഞ്ഞു വീണ ഒരു കുട്ടിയുടെ കഥ. ആ നായയുടെ നഖം കൊണ്ടതറിയാതെ പേവിഷബാധയേറ്റ് ആ കുട്ടി മരിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അനുഭവങ്ങളാണ്. ഇവിടെയൊക്കെ വില്ലനാകുന്നത് അശ്രദ്ധ തന്നെയാണ് എന്നത് മനസ്സിലാക്കുക. പാമ്പ് കടിയേറ്റതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. പാമ്പ് കടിയാണോ എന്ന് നിർണ്ണയിക്കാൻ ചില പ്രധാന ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 2 കുത്തേറ്റ മുറിവുകൾ, കടിയേറ്റ സ്ഥലത്ത് വേദനബാധിത പ്രദേശത്തിന് ചുറ്റും വീക്കവും ചുവപ്പും, മങ്ങിയ കാഴ്ച, ഛർദിയും ഓക്കാനവും, കൈക്കാലുകളിലും മുഖത്തും മരവിപ്പ്, ഉമിനീരൊഴുകുന്നു, വിയർക്കുന്നു. ഇതൊക്കെ ചില ലക്ഷണങ്ങളാണ്. ചില വിഷമുള്ള പാമ്പുകൾ അവയുടെ തരം അനുസരിച്ച് ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാലും ഏറ്റവും സാധാരണമായ ചില ലക്ഷണങ്ങളാണ് പറഞ്ഞത്. ഒരു കാരണവുമില്ലാതെ ഇപ്പോൾ ഈ കുട്ടിയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പാമ്പ് കടിയേറ്റതായിട്ട് നാം അറിഞ്ഞില്ല എന്ന് വെച്ചോളൂ. പക്ഷെ ഒരു കാരണവുമില്ലാതെ ഇത്തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, നമ്മുടെ കാലിൽ എവിടെയെങ്കിലും വീക്കമോ നീരോ ഒക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് സീരിയസ് ആയിട്ട് അതെന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ശ്രമമെങ്കിലും നടത്തുക. പാമ്പ് കടിയേറ്റൽ ആവശ്യമായ ചികിത്സയ്ക്ക് 75,000 രൂപ വരെ സഹായം വനം വകുപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പാമ്പ് കടിയേറ്റത് വഴി സ്ഥിരം അംഗവൈകല്യം സംഭവിച്ചാൽ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കും. പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ ആശ്രിതർക്കും 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കും. പാമ്പുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്ന ആപ്പുകളും ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷയെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായിട്ട് എത്തുകയും ബന്ധപ്പെട്ട രേഖകൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലും ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലും സമയബന്ധിതമായി എത്തിക്കണം എന്നതാണ് ഈ പാമ്പ് കടിയേറ്റാൽ അതിനെ തുടർന്ന് കിട്ടുന്ന നഷ്ടപരിഹാരത്തിന് ഓരോരുത്തരും ചെയ്യേണ്ടത്. പാമ്പ് കടിച്ചതാണെന്ന് മനസ്സിലായി എന്നിരിക്കട്ടെ, സ്വയം ചികിത്സയ്ക്ക് മുതിരരുത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് വേണ്ടത്. അശാസ്ത്രീയമായ ചികിത്സയ്ക്കായി നമ്മൾ കളയുന്ന ആ വിലയേറിയ മണിക്കൂറുകളുണ്ടല്ലോ, ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്ന ആ മണിക്കൂറുകൾ, അത് രോഗിയെ ദുരിതത്തിൽ നിന്ന് ദുരന്തത്തിലേക്ക് തള്ളിയിട്ടേക്കാം. വിഷക്കല്ല് വെക്കുക, പച്ചമരുന്ന് കഴിച്ച് നേരം കളയുക, ഇതൊന്നും വിഷം രക്തത്തിൽ കലർന്ന അവസ്ഥയിൽ ഗുണം ചെയ്യില്ല. രോഗിയെ രക്ഷിക്കാനുള്ള വിലപ്പെട്ട സമയം ആ വഴിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ മദ്യപിക്കാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല, ആഹാരം കഴിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ മദ്യവും പുകയിലയിലെ നിക്കോട്ടിൻ എന്ന വസ്തുവും രക്തക്കൊള്ളുകളെ വികസിപ്പിച്ച് വിഷം വളരെ പെട്ടെന്ന് രക്തത്തിൽ കലരാൻ കാരണമാകും. ചില ഭക്ഷ്യവസ്തുക്കളിലെ ഘടകങ്ങൾ, അതായത് ഉദാഹരണത്തിന് ചായയിലും കാപ്പിയിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന കഫീൻ, അതും ഇതുപോലെ പ്രവർത്തിക്കും. ഓർക്കുക, പാമ്പ് കടിയേറ്റാൽ ഉടൻ നമുക്ക് കേൾക്കുമ്പോൾ ഭയമുണ്ടാകും. എന്നാലും പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടി ആരും ഇതൊന്നും ഉപയോഗിക്കരുത്. നേരം കളയാതെ ചികിത്സ തേടുക എന്നത് തന്നെയാണ് ഏറ്റവും അത്യാവശ്യം. ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ ഇലകളോ ഒന്നും വെച്ച് കെട്ടാനോ കഴിക്കാനോ പാടില്ല. എത്രയും പെട്ടെന്ന് വൈദ്യശ്രദ്ധയിൽപ്പെടാനുള്ള വഴി നോക്കുകയാണ് വേണ്ടത്. ഒരിക്കലും സ്വയം ചികിത്സ പാടില്ല എന്നത് തന്നെയാണ് സൂര്യയുടെ ഈ അനുഭവവും നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തായാലും മഴക്കാലമാണ്, തണുപ്പ് കാലമാണ്, പാമ്പുകളൊക്കെ ഇറങ്ങി നടക്കുന്ന സമയമാണ്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടൻ തന്നെ അതിനു വേണ്ട ചികിത്സകൾ സ്വീകരിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.